എറണാകുളം ടൗൺ ഹാളിൽ നിന്ന്. ഇപ്പോൾ ശ്രീനിവാസൻ്റെ ഭൗതികദേഹം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആയിരങ്ങൾ ആ ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാള സിനിമ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവർ അവിടെ മണിക്കൂറുകളായി ശ്രീനിവാസനൊപ്പമുണ്ട്. അങ്ങനെ മലയാള സിനിമ തന്നെ ഇപ്പോൾ ആ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാം. കേരളത്തിൻ്റെ ഒരു പൊതുപരിച്ഛേദത്തെ അവിടെ കാണാം. എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. ശ്രീനിവാസനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകളുള്ള സിനിമാ പ്രവർത്തകർ അവരൊക്കെയും വന്നപ്പോൾ മുതൽ അവിടെ ശ്രീനിവാസനൊപ്പം നിൽക്കുന്നുണ്ട്, ശ്രീനിവാസന് ചുറ്റുമുണ്ട്. അങ്ങനെ ടൗൺ ഹാളിൽ നിന്ന് ശ്രീനിവാസൻ പുറത്തേക്ക് പോവുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. 3 മണിവരെ പൊതുദർശനം ടൗൺ ഹാളിൽ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ. അതുകൊണ്ട് പൊതുദർശന സമയം അല്പം കൂടി നീട്ടുകയായിരുന്നു. ഇപ്പോൾ 3:37 നിശ്ചയിച്ചതിൽ നിന്നും വൈകി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി പൊതുദർശനത്തിനെത്തിച്ച ടൗൺ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇത് കണ്ടനാട്ടെ വീട്ടിലേക്കാണ്. ഇനി നാളെ രാവിലെ 10 മണിക്ക് സംസ്കാരം നടക്കും. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരമെന്ന് ഇതിനോടകം തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ ടൗൺ ഹാളിൽ നിന്നിപ്പോൾ മടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പുറത്തേക്ക് ഇറക്കുകയാണ്. പ്രധാനപ്പെട്ട സിനിമാ പ്രവർത്തകരൊക്കെ ഇപ്പോൾ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത് മുതൽ അവിടെ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ മലയാള സിനിമ മുഴുവനായി തന്നെ ആ ടൗൺ ഹാളിൽ നിൽക്കുന്നതാണ് മണിക്കൂറുകളായി നമ്മുടെ മുൻപിലുള്ള അനുഭവം. മലയാളിയെ ഒട്ടേറെ ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത എഴുത്തുകളും കഥാപാത്ര നിർമ്മിതിയും ഒക്കെ ആയിരുന്നു ശ്രീനിവാസൻ്റേത്. അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്നതാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അദ്ദേഹം കഥാപാത്ര നിർമ്മിതിയിൽ ഉൾപ്പെടെ കാണിച്ച സൂക്ഷ്മതയുണ്ട്. ആക്ഷേപഹാസ്യത്തെ സവിശേഷമായി അദ്ദേഹം തൻ്റെ സിനിമകളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും ചർച്ചയാകുന്നിടത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ ഇത്ര വിമർശനാത്മകമായി കാണുകയും അതിനെ ആവിഷ്കരിക്കുകയും അതിലൂടെ സവിശേഷമായി തന്നെ ഈ ആക്ഷേപഹാസ്യത്തിൻ്റെ സൂക്ഷ്മത മലയാള സിനിമയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. സാമൂഹ്യ വിമർശനം മുന്നോട്ട് വെച്ച സിനിമകൾ അതിപ്പോഴും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. പ്രത്യേകിച്ച് സന്ദേശം പോലെയൊക്കെയുള്ള സിനിമകൾ, അതിലെ കഥാപാത്രങ്ങൾ, അതിലെ രാഷ്ട്രീയമൊക്കെ മലയാളി എല്ലാ കാലത്തും ചർച്ച ചെയ്യുന്നതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലം എത്തുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ തോൽവിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ അതിലെ എത്രയോ സംഭാഷണങ്ങൾ മലയാളിയുടെ ജീവിതത്തെ തൊട്ടു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ, അവരുടെ സംഭാഷണങ്ങളൊക്കെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏത് രീതിയിൽ വിലയിരുത്തിയാലും മലയാള സിനിമയിൽ തൻ്റേതായ ഇടം അത് ബാക്കി വെച്ചാണ് ശ്രീനിവാസൻ ഇപ്പോൾ അവിടെ നിന്ന് മടങ്ങുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ്. ഇത്ര നേരവും അദ്ദേഹം എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.